സലാത്ത് കൊണ്ട് നേടാൻ കഴിയാത്തത് നീ നേടും. ആ സലാത്ത് കൊണ്ട് നീ സുരക്ഷിതനാകും. ആ സലാത്ത് കൊണ്ട് നിന്നെ അല്ലാഹു ഒരു കോട്ടയിൽ പാർപ്പിക്കും. നീ സുരക്ഷിതൻ, നെടും കോട്ടയിൽ പാർക്കുന്ന രാജാവായി, നീ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായി, നീ ഏറ്റവും വലിയ അധികാരത്തിൽ ആരൂഢനായ രാജകുമാരനായി വാഴ്ത്തപ്പെടും. കാരണം നീ പുണ്യ റസൂലിന്റെ സേവകനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ അടുക്കലേക്ക് ചെന്ന് സ്നേഹാന്വേഷണം നടത്തുമ്പോൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോകുമ്പോ പുണ്യ റസൂലിന്റെ പതിവ് 3 തവണ സലാം ചൊല്ലും. വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് നോക്കും. 3 തവണ സലാം ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ നിൽക്കില്ല. ആ വീട്ടുകാർക്ക് തൽക്കാലം തുറക്കാൻ സന്നദ്ധതയില്ല എന്ന് മനസ്സിലാക്കും. അതാണ് എന്റെ മെസ്സേജ്. മര്യാദയിൽ തിരിച്ചു പോരും. പിന്നെ അവിടെ നിന്നിട്ട് ശല്യം ചെയ്യില്ല. 3 തവണ ചൊല്ലും. അപ്പൊ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പിന്നാലെ വന്നിട്ട് ചോദിച്ചു, എന്തേ തിരിച്ചു പോന്നു യാ റസൂലല്ലാഹ്? സഅദേ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 3 തവണ സലാം ചൊല്ലിയല്ലോ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ തവണയും സലാം ചൊല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സലാം കേൾക്കുകയാണ്. കൂടുതൽ സലാം ചൊല്ലട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥനകൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം വാതിൽ തുറക്കാതിരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലേ, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ആലോചിച്ചു നോക്കൂ. വീട്ടിലേക്ക് വന്നിട്ട് സലാം ചൊല്ലുമ്പോൾ ഓരോ സലാമും പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ തവണയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു. ഉടൻ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, സഅദിനും കുടുംബത്തിനും ബർക്കത്ത് ഇറക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു പോകാൻ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ ഏർപ്പാടാക്കി കൊടുത്തു. ഇതിന്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് തിരിച്ചു പോകൂ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിരപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ കയറുമ്പോ അവിടുന്ന് സഅദിനോട് പറഞ്ഞു, നിങ്ങളും എന്റെ കൂടെ കയറൂ. സഅദ് മടിച്ചു നിന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കുതിരപ്പുറത്തിരിക്കുന്നത് ഒരിക്കലും സഅദിനെ ഇഷ്ടമായില്ല. ബഹുമാനം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ താനാരാണ് എന്ന സ്വയം വിചാരം കൊണ്ട് സഅദ് മടിച്ചു നിന്ന് നടക്കാൻ തുടങ്ങി. റസൂലുള്ള കുതിരപ്പുറത്തും കുതിരയുടെ കൂടെ സഅദ് ആതിഥേയൻ നടക്കുമ്പോ റസൂൽ കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നുകിൽ കുതിരപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ തിരിച്ചു പോകണം. എന്റെ കൂടെ നടക്കരുത്. നിങ്ങൾ നടക്കുമ്പോ ഞാൻ വാഹനപ്പുറമേറില്ലെന്ന് സ്വന്തം അനുയായിയുടെ മുമ്പിൽ പോലും പുലർത്തിയ മര്യാദയുടെ മഹത്വമേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ, അലിയുടെ പത്നിയുടെ പേര്, നബിയുടെ പുത്രിയുടെ പേരും ഫാത്തിമ, അലിയുടെ മാതാവിന്റെ പേരും ഫാത്തിമ, അബൂ താലിബിന്റെ പത്നിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നിര്യാണം പ്രാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുപ്പായം അവർക്ക് കൊടുത്തു, അവരുടെ കഫന്റെ കൂടെ പുതപ്പിക്കാൻ. എന്നിട്ട് കുപ്പായത്തോടൊപ്പം ഖബറടക്കം ചെയ്യപ്പെടാൻ അത്ഭുതകരമായ ഒരു സംഗതിയും അന്ന് നടന്നു. ഫാത്തിമയെ ഖബറടക്കം ചെയ്യുന്നതിന് മുമ്പ് ആ ഖബറിൽ അല്പനേരം ഇറങ്ങിക്കിടന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ പത്നിയായ ഫാത്തിമ, ഏകദേശം ഉമ്മയുടെ സ്ഥാനത്തുള്ള ഫാത്തിമ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഖബറടക്കം ചെയ്യപ്പെടേണ്ട ഖബറിൽ ഈ ലോകത്തെ മുഴുവൻ സ്ത്രീജനങ്ങളും അവർ ഖൽബ് കൊണ്ടറിയട്ടെ, അവർ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യട്ടെ. പിന്നെ റസൂൽ ഖബറിൽ ഇറങ്ങിക്കിടന്നു. സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് വരെ കാണാത്തത് ഞങ്ങൾ കണ്ടുവല്ലോ. അവർക്ക് കഫൻ ചെയ്യാൻ അങ്ങയുടെ ഖമീസ്, അങ്ങയുടെ കുപ്പായം കൊടുത്തതിന് പുറമെ അങ്ങ് ഖബറിൽ ഇറങ്ങി കിടന്നുവല്ലോ.
ഞാൻ അവർക്ക് കുപ്പായം കൊടുത്തത് സ്വർഗത്തിൽ അവർക്ക് ആഭരണങ്ങളായി മാറാനാണ്. എന്റെ കുപ്പായം അവരുടെ സ്വർഗീയ ആഭരണങ്ങളാണ്. ലോകത്ത് മുഴുവൻ പണ്ടവും പണവും കിടന്ന് പൊളപൊളക്കുമ്പോ, അതിനു വേണ്ടിയുള്ള പണച്ചെലവുകളിൽ ലോകം മുഴുകുമ്പോ ഓർക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു ആഭരണത്തിന്റെ ഭ്രമവും ഉണ്ടായിരുന്നില്ല. ആയിഷയുടെ കയ്യിൽ ഒരു ദിവസം കണ്ട സ്വർണവള ഊരാൻ പറയുകയും ഏതെങ്കിലും ഇരുമ്പിന്റെ വളയെടുത്തുകൊണ്ട് അതിന് കർപ്പൂരത്തിന്റെ നിറം ചാർത്തിയാൽ പോരെ ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയും ചെയ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കഴുത്തിൽ ഒരു ദിവസം ഒരു സ്വർണമാല കണ്ടപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് ചോദിച്ചു പോയി, ഫാത്തിമ, ഇനി ആളുകൾ പറയണം അള്ളാന്റെ റസൂലിന്റെ മകൾ അതാ ഒരു തീ കൊണ്ടുണ്ടാക്കിയ മാല അണിഞ്ഞ് നടക്കുന്നുവെന്ന് ഫാത്തിമ പറഞ്ഞു കേൾക്കണമോ? ഒരു അഗ്നിമാല, ഒരു തീ കൊണ്ടുള്ള മാല റസൂലുള്ളാഹിന്റെ മകൾ അണിഞ്ഞു നടക്കുന്നുവെന്ന് നീ കേൾപ്പിക്കണമോ ഫാത്തിമ എന്ന് സ്വർണത്തിന്റെ ഒരു നേരിയ ചെയിന് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ പേരിൽ അത് ഊരി വലിച്ചെറിഞ്ഞ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹായുടെ മാതൃക പോലെ ഞാൻ അവർക്ക് കൊടുത്ത കുപ്പായം അവർക്ക് സ്വർഗത്തിലേക്കുള്ള ആഭരണമാകാൻ വേണ്ടി കൊടുത്തതാണ്. ഞാൻ ഖബറിൽ ഇറങ്ങിക്കിടന്നത് അവർക്ക് ഖബറിൽ ആശ്വാസമാകാൻ വേണ്ടിയാണ്. ഖബറിൽ ആശ്വാസം. അല്ലാഹുവിന്റെ റസൂലിനെ വളരെ സ്നേഹിച്ച ഫാത്തിമ, പിതാവിന്റെ സഹോദരനാണ് അബൂ താലിബ്. അബൂ താലിബിന്റെ പത്നിയാണ് ഈ ഫാത്തിമ. അവരാണ് അഭയം, അവരാണ് പരിപാലിച്ചത്. ഉമ്മയുടെ സ്ഥാനത്തുള്ള അവർക്ക് പോലും ഖബറിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഖബറിൽ ഒരു ഇടുക്കമുണ്ട്. അതിൽ നിന്ന് മോചനമായി ഇടുക്കമുണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിട്ട് ആ ഖബറിൽ ഞാൻ ഇറങ്ങിക്കിടന്നത് അവർക്ക് ഖബറടക്കം ചെയ്യപ്പെടുമ്പോ ഖബറിൽ ആശ്വാസമാകാൻ വേണ്ടിയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഖബറടക്കങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളുന്നു? ഈ ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ ഖബറടക്കി അവരുടെ മേലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ടല്ലേ നമ്മൾ മടങ്ങുന്നത്? സ്വന്തം ബാപ്പയെ ഖബറടക്കിയിട്ട് മകൻ ചെയ്യുന്നത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ബാപ്പാന്റെ മൂടുകല്ലിന്റെ മീതേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിങ്ങൾ ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. ഈ മണ്ണിലേക്ക് നിങ്ങളെ മടക്കി ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ നാം നാളെ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുന്ന ഖുർആന്റെ ആയത്തുകൾ ഒരു വിട്ടുകൊണ്ട് മണ്ണ് വാരി എറിയുകയാണ്. ആ ഖബറടക്കങ്ങളിൽ പങ്കെടുത്തിട്ടും ഖബറുകളിൽ നിന്ന് ഖബറുകളിലേക്ക് നീങ്ങുന്നവരായിട്ട് പോലും ഒരു നടുക്കമില്ല, ഒരു കോരിത്തരിപ്പുമില്ല, ഒരു അസ്വാസ്ഥ്യവുമില്ല. അബൂ താലിബിന്റെ പത്നിക്ക് ഖബറിലെ വിഷമങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകാനാണ് ഞാൻ ഖബറിൽ ഇറങ്ങിക്കിടന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പിതൃവ്യനാണ് അബ്ബാസ്, പിതാവിന്റെ സഹോദരനായ അബ്ബാസ്. ജുമുഅ ഖുതുബകളിൽ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ റളഅൻ അമ്മൈ നബിയികൽ ഹംസത വൽ അബ്ബാസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധരായ രണ്ട് പിതൃവ്യന്മാരിൽ അല്ലാഹുവേ നീ അനുഗ്രഹം വർഷിപ്പിക്കണമേ. ഒന്ന് പിതാവിന്റെ ഒരു സഹോദരനായ ഹംസത്ത്, ഒന്ന് മറ്റൊരു സഹോദരനായ അബ്ബാസ്. അബ്ബാസ് ദീനിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തടവുകാരനായിട്ട് പിടിച്ച് മദീനയിൽ കൊണ്ടുവന്ന സഹാബികൾ. പിതൃവ്യൻ അബ്ബാസ് മുഅ്മിനായിട്ടില്ല. കയറിട്ടിട്ട് അബ്ബാസിന്റെ കൈകൾ കെട്ടിയിരുന്നു. അത് കണ്ടിട്ട് പരിശുദ്ധ റസൂൽ
റസൂൽ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചെന്ന് പോയിട്ട് അഴിക്കാൻ തോന്നുന്നുവെങ്കിലും നീതിയുടെ കാര്യത്തിൽ ഇടപെട്ടില്ല. വേറെയും തടവുകാരുണ്ട്, യുദ്ധത്തിൽ അക്രമം ചെയ്തിട്ട് പിടിക്കപ്പെട്ടവരാണ്, അവരുടെ ഒക്കെ കയ്യിൽ കയറുണ്ട്. എളാപ്പക്ക് വേണ്ടി മാത്രം ഒരാനുകൂല്യമില്ല, കുടുംബക്കാർക്കൊരു നീതിയും മറ്റുള്ളവർക്കൊരു നീതിയുമില്ല. അതുകൊണ്ട് ആ കയറിട്ട് കെട്ടിയിട്ട് അബ്ബാസ് റളിയുമ്പോ രാത്രി മുഴുവനും അസ്വസ്ഥനായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ദിവസം അബ്ബാസിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ. പിതൃവ്യനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ഫിദിയ ആവശ്യപ്പെട്ടു, മോചനദ്രവ്യം. തടവുകാർക്ക് മോചനമുണ്ട്, മോചനത്തിനൊരു ദ്രവ്യം നൽകണം, ഫിദിയ. എല്ലാവർക്കും ഒരേ നീതിയാണ്. മോചനദ്രവ്യം ആവശ്യപ്പെട്ടപ്പോ അബ്ബാസ് പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല മോചനദ്രവ്യം തരാൻ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമ്മു ഫളലിന്റെ കയ്യിലേൽപ്പിച്ച പണമോ എന്ന്. ഉമ്മു ഫളൽ അബ്ബാസിന്റെ പത്നിയാണ്. സ്വകാര്യമായിട്ട് ഉമ്മു ഫളലിന്റെ കയ്യിൽ അബ്ബാസ് ഏൽപ്പിച്ച പണം ലോകത്താരും അറിഞ്ഞിട്ടില്ല. ചുമരുകൾക്കകത്ത് വെച്ച്, വീടിന്റെ ഉള്ളിൽ വെച്ച് ഒറ്റയ്ക്ക് തന്റെ പത്നിയുടെ കയ്യിൽ മദീനയിലേക്ക് യുദ്ധത്തടവുകാരനായി പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് രഹസ്യമായി ഏൽപ്പിച്ച സമ്പത്താണ്. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആലിമുൽ ഗൈബായ അല്ലാഹു അവന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തപ്പോ റസൂല് ചോദിച്ചു, ഉമ്മു ഫളലിന്റെ കയ്യിലുണ്ടല്ലോ കുറച്ച് പണമേൽപ്പിച്ചു കൊടുത്തിട്ട് അത് തന്നാൽ മതിയല്ലോ മോചനദ്രവ്യത്തിന്. അബ്ബാസ് ഞെട്ടിപ്പോയി. അബ്ബാസിന്റെ നെഞ്ചിലൂടെ ഇടിമിന്നൽ പാഞ്ഞുപോയി. ഒറ്റക്ക് ചുമരുകൾക്കുള്ളിൽ വെച്ച്, വീടിന്റെ ഉള്ളറയിൽ വെച്ച് തന്റെ പത്നിയുടെ കൈവശം ഏൽപ്പിച്ചു കൊടുത്ത ഈ സ്വകാര്യ സമ്പത്തിന്റെ വിവരം അങ്ങേക്ക് അറിയുമെങ്കിൽ അങ്ങ് സത്യമായും അല്ലാഹുവിന്റെ റസൂല് തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക തീർച്ചയായും അല്ലാഹുവിന്റെ ദൂതനാണ്. എളാപ്പ തന്റെ സഹോദരന്റെ മകന്റെ റിസാലത്തിനെ തന്റെ സഹോദരനായ അബ്ദുള്ളയുടെ മകന് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത നുബുവത്തിനെ, അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത റിസാലത്തിനെ അബ്ബാസ് ആ നിമിഷം വെച്ച് പ്രഖ്യാപിച്ചു പോയി. വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്